അന്തപ്പനെ പുറത്തിറക്കരുത്, കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അന്തപ്പൻ പതുക്കെ പുറത്തിറങ്ങി. തന്നെ ഇറങ്ങിയതാണോ അതോ ദാസന്മാർ ആരെങ്കിലും കെട്ടിവലിച്ചിറക്കിയതാണോ എന്നറിവില്ല. രണ്ടായാലും ഇത് കോൺഗ്രസിന് ദോഷമേ ചെയ്യൂ. കോൺഗ്രസിന്റെ അപജയത്തിന് കാരണക്കാരിൽ പ്രമുഖനും യാതൊരു ഗുണവും മണവുമില്ലാത്ത നേതാവാണ് എ കെ ആന്റണി. പുഴുങ്ങിയ ആദർശവും അഭിനയിച്ച് നാടിനോ വീടിനോ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഭാര്യ എലിസബത്ത് തന്നെയാണ്. മുതിർന്ന നേതാവായി വാഴുകയും പാർട്ടിയുടെ ലേബലിൽ എത്താവുന്ന പരമോന്നത പദവികളിലെല്ലാം എത്തുകയും ഒടുക്കം മകനെയും പാർട്ടിയിൽ തിരികെ കയറ്റി ചെക്കൻ ഗുണമില്ലാത്തത് കൊണ്ട് അവസരങ്ങളൊന്നും കിട്ടാതായപ്പോൾ മകൻ BJP-യിലേക്ക് പോയത് ആന്റണിയുടെ മൗനാനുവാദത്തോടെയാണ്. ബാക്കിയെല്ലാം ആന്റണിയുടെ നാടകമായിരുന്നു. കോൺഗ്രസിൻ്റെ തണലിലും ചെലവിലും വളർന്ന മകൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി BJP പക്ഷത്തേക്ക് പോയപ്പോൾ നിർവികാരനായി നോക്കി നിൽക്കുകയും അത് തടയുവാൻ പോലും കെൽപ്പില്ലാതിരുന്ന ഈ അന്തപ്പൻ നാട്ടുകാരോട് ഇനി എന്നാ പറയുന്നത്. ഇദ്ദേഹത്തെ കണ്ടാൽ ഉള്ള വോട്ട് പോലും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ അന്തപ്പനെ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയെങ്കിലും പുറത്തിറക്കരുത്. ഇദ്ദേഹത്തെ കെട്ടിയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്തവരാണ് ഇന്ന് അന്തപ്പനും അന്തപ്പൻ്റെ ചക്കനും. പത്തനംതിട്ട തിരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്നതോടുകൂടി അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കോൺഗ്രസിലാണെങ്കിൽ KPCC ഓഫീസിൽ ഇന്ന് അന്തപ്പൻ പോയാൽ ഒരു ചായ മേടിച്ചു കൊടുക്കാൻ പോലും ഇന്ന് ആളില്ല എന്നതാണ് അവസ്ഥ. ചെക്കനെതിരെ സംസാരിക്കുവാൻ പത്തനംതിട്ടയിൽ പോകുമോ എന്ന ചോദ്യത്തിന് അന്തപ്പൻ പറഞ്ഞ മറുപടി കേൾക്കുക. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആകെ ഞാൻ തിരുവനന്തപുരം വിട്ട് പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ്. ഇത്തവണത്തെ എൻ്റെ പ്രചരണം എന്താണെന്ന് എൻ്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.